തൃശൂർ മുണ്ടത്തിക്കോട്ടെ ദുരന്ത സ്ഥലത്ത് നിന്ന് വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. 300 കിലോയോളം സ്ഫോടക വസ്തുക്കൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാറമേക്കാവിന്റെ പടക്കശാലയിൽ 1000 കിലോയിലധികം കരിമരുന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലൈസൻസിക്കെതിരെ കേസെടുത്തു. 3 കടാവർ നായകളും എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ 2 നായകളും അടങ്ങുന്ന പരിശോധന. 200-ലധികം പോലീസുകാരെ ഉപയോഗിച്ച് മേഖലയിൽ പഴുതടച്ച തെരച്ചിൽ. മുണ്ടത്തിക്കോട് നിന്ന് ഇന്നും നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെത്തി. 200 മീറ്റർ അകലെ നിന്ന് ചെവിയൊഴികെയുള്ള തലയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. 10 മൊബൈൽ ഫോണുകളും മേഖലയിൽ നിന്ന് കിട്ടി. സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ 300 കിലോയോളം സ്ഫോടക വസ്തുക്കളും പോലീസ് മാറ്റി. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 200 to 300 kilograms ഓഫ് എക്സ്പ്ലോസീവ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെല്ലാം വെയിറ്റ് എടുത്തിട്ട് നമുക്ക് മാക്സിനിൽ സൂക്ഷിച്ചിട്ട് മാജിസ്ട്രേറ്റിന്റെ പെർമിഷൻ എടുത്തിട്ട് ലീഗലി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പാറമേക്കാവിന്റെ വെടിക്കെട്ട് പുരയിൽ അനുവദിച്ചതിലധികം പടക്കങ്ങളും വെടിമരുന്നും കണ്ടെത്തി. പാലക്കാട് മുതലമടയിലെ പടക്ക നിർമ്മാണശാലയുടെ ഉടമയ്ക്കെതിരെ കൊല്ലങ്കോട് പോലീസ് കേസെടുത്തു. അപകടമുണ്ടായ സ്ഥലത്ത് 37 പേർ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 4 പേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. 14 പേർ മരിച്ച അപകടത്തിൽ പരിക്കേറ്റ ലൈസൻസി സതീഷ് അടക്കം 4 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പരിശോധന പൂർത്തിയാക്കിയതിന് പിന്നാലെ മേഖല അടച്ചുകെട്ടി പോലീസ് നിയന്ത്രണമേറ്റെടുത്തു. റിപ്പോർട്ടർ, തൃശൂർ.